അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മൾ തുടങ്ങാൻ പോവാണ്. ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നു അല്ലെ, ജീവന്റെ ജനിതകം എന്ന് പറയുന്നു. ഈ ചാപ്റ്ററിലേക്ക് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഓരോ ഗെയിം കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീം സെറ്റ് ആക്കുന്നു അല്ലെ. നമ്മൾ IPL പറയുമ്പോൾ അവിടെ ഒരു ടീം ഉണ്ട് ഇല്ലേ, അതുപോലെ ആ പ്രോസസ്സും നടക്കുന്നത് അല്ലേ അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും ഒരു ടീമുണ്ട്. ആ ടീമിന് ഒരു ലീഡറുമുണ്ട്. ടീമിന് ആര് വേണോടാ? ക്യാപ്റ്റൻ വേണം അല്ലെ. അപ്പൊ അതേപോലെ ഒരു ക്യാപ്റ്റൻ നമ്മുടെ ഈ ടീമിനുണ്ട്. അതാ വരുന്നുണ്ട് RCB ഫാൻസ് ഒക്കെ വരുന്നുണ്ട്, ഇളകുന്നുണ്ട്. യെസ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ടീമുണ്ട്. ഈ ടീം എന്ന് പറയുന്നത് നമ്മുടെ സെല്ലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ടീം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ കോശമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടീം ലീഡർ ആരായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ ടീം ലീഡർ ആരായിരിക്കും? ആ സെല്ലിന്റെ ഉള്ളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, അതിനെ ഭരിക്കുന്നത് ആരായിരിക്കും? ആരാണ്? നിങ്ങളുടെ അർത്ഥത്തിൽ ആരായിരിക്കും? ഞാൻ പറയുന്നത് സെല്ലാണ്. സെൽ ഓർഗനൻസിലെ സെല്ലുലാർ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിനെ റോൾ ചെയ്യുന്ന റെഗുലേറ്ററി സെന്റർ ഓഫ് ദ സെൽ, കോശത്തിന്റെ എല്ലാം എന്താണ് സ്ഥാനാധിപൻ അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് ആരാണ്? നിയന്ത്രിക്കുന്നത് റെഗുലേറ്ററി സെന്റർ ഓഫ് ദ സെൽ, കോശത്തിന്റെ ആ നിയന്ത്രകൻ, മുഖ്യ നിയന്ത്രകൻ എന്ന് പറയുന്നത് ആരാടാ? യെസ്, വെരി ഗുഡ്. നിങ്ങൾക്കറിയാം, അത് നമ്മുടെ ക്യാപ്റ്റൻ ആണ്. ആ ക്യാപ്റ്റൻ ആണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലെ. ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത് ബാച്ചിൽ ഓൾറെഡി നമ്മൾ ഒരു ബേസിക് സെഷൻ പോയതാണ്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നുണ്ടാകും. അപ്പൊ ഇതുപോലെ ഒരു തലവനായിട്ട് ആരിയ്ക്കുകയാണ്? നമ്മുടെ ന്യൂക്ലിയസ്, മർമ്മം ഇരിക്കുകയാണ് അല്ലെ. അപ്പോ എന്റെ ചോദ്യം, നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ടീം എന്ന്. സെൽ എന്ന് പറയുന്നത് ദ ഫങ്ഷണൽ